ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറുനാടൻ മലയാളി യൂട്യൂബ് ചാനലിന്റെ ഓണറായിട്ടുള്ള ഷാജൻ സ്കറിയെ പോലീസ് പൊക്കി. രാത്രിയിലാണ് പോലീസ് പൊക്കിയത്. രാത്രി തന്നെ പുള്ളിക്കാരന് ജാമ്യവും കിട്ടിയിട്ടുണ്ട്. മാഹിക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ കൊടുത്ത ഒരു പരാതി പുറത്താണ് ഇദ്ദേഹത്തിന് പോലീസ് പൊക്കിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ചാനലിൽ കൂടെ അപകീർത്തികരമായിട്ടുള്ള രീതിയിൽ അവരെ അപമാനിച്ചു എന്നുള്ള തരത്തിലാണ് പരാതി വന്നേക്കുന്നത്. നമുക്ക് അതിനെയൊക്കെ പറ്റി വിശദമായിട്ട് സംസാരിക്കാം. പക്ഷേ ഇവിടെ ഈ ഒരു അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ഹൈലൈറ്റഡ് ആയിട്ട് നിന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത രീതിയാണ്. ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇയാളെ ഷർട്ടൊന്നും ഇടാതെ വീട്ടിൽ നിന്ന കോലത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയേക്കുന്നത്. ആദ്യം ഈ ഷർട്ടിന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനത്തിലെത്താം, എന്നിട്ട് നമുക്ക് ഈ കേസും കാര്യങ്ങളും എന്താണെന്ന് പറയാം. ആദ്യം ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ആ ഒരു വീഡിയോ കാണാം. എനിക്കൊന്ന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ദുബായിൽ എന്നൊക്കെയാണ് ഈ ഒരു ന്യൂസിനകത്ത് പറയുന്നത്. സത്യാവസ്ഥ നമുക്കറിയത്തില്ല. എന്താണെങ്കിൽ ഇവരുടെ പേരിൽ നാട്ടിൽ കേസൊന്നുമില്ല. കാര്യം ഈ തട്ടിപ്പ് ദുബായ് ബേസ്ഡ് ആയിട്ട് നടന്നൊരു തട്ടിപ്പാണ്. അവർ പക്ഷെ തന്ത്രപരമായിട്ട് നാട്ടിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു, ഇങ്ങനെ തൂക്കി അകത്തിടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതൊക്കെ ജാമ്യം കിട്ടുന്ന വകുപ്പായതിന്റെ പേര് പുള്ളി എന്ന് തന്നെ പുറത്തിറങ്ങുകയും ചെയ്തു. ഈ ഒരു ഹണി ട്രാപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്ത് വന്നു. ഹണി ട്രാപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് കുറച്ച് ലൈംഗികത ഉണ്ടല്ലോ. അത് വെച്ചിട്ടാണ് ഇദ്ദേഹത്തിനെതിരെ മറ്റേ സ്ത്രീത്വത്തെ അവമാനിച്ചു ലൈംഗിക സാധനമൊക്കെ വെച്ചിട്ട് കേസ് അടിച്ചു വെച്ചത്. മനസ്സിലായോ? പക്ഷെ ഇവിടെ പോലീസുകാർ ഈ പാതിരാത്രിയിൽ തന്നെ അയാളെ വീട്ടിൽ കയറി ഇങ്ങനെ ഒരു ഷോ ഓഫ് കാണിച്ച് അറസ്റ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഇവിടെ. പിന്നെ പിണറായി വിജയനൊക്കെ എതിരെ നിരന്തരം വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇയാള്. അപ്പോ സർക്കാരിനും ഇങ്ങനെ തൂക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഒരു ഊഷ്മളത കൂടുതലായിരിക്കും. അത് നമുക്ക് അവർ അറസ്റ്റ് ചെയ്ത വിധം ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ അത് അണ്ണൻ അങ്ങ് നല്ല രീതിയിൽ അങ്ങ് മുതലെടുത്ത് എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം. മനസ്സിലായോ? അപ്പൊ ഈ കേസിന്റെ കലാപരിപാടികളും അതിന്റെ ഒരു ഇരിപ്പോഷവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു, ഈ പാതിരാത്രിയിൽ തന്നെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു എന്നുള്ളതിന് രണ്ട് വെർഷനാണ് മറുനാടൻ തരുന്നത്. ഇയാളുടെ തന്നെ ഒരു വേറെ ചാനലായിട്ടുള്ള മറുനാടൻ മലയാളി എക്സ്ക്ലൂസീവിനകത്ത് CA നിയാസിന് ഈ ഷാജൻ സ്കറിയോടുള്ള റിവെഞ്ച് കാരണമാണ് ഇങ്ങനൊരു അറസ്റ്റ് ചെയ്തതെന്നാണ് മറുനാടൻ എക്സ്ക്ലൂസീവിനകത്ത് പറയുന്നത്. നമുക്ക് അതൊന്ന് കാണാം. അറസ്റ്റ് ചെയ്ത സമയത്ത് പിണറായിയുടെ പകയെന്നായിരുന്നു പറഞ്ഞത്. അറസ്റ്റ് ചെയ്ത അകത്തു പോയ സമയത്ത് മറുനാടൻ എക്സ്ക്ലൂസീവിനകത്ത് CAയുടെ പകയെന്നാണ്. അറസ്റ്റ് ചെയ്ത് പുറത്തു വന്നപ്പോഴത്തേക്ക് DGPയുടെ പകയെന്നാണ്. നിങ്ങൾ എവിടെങ്കിലും ഒന്ന് ഒരിടത്ത് കുറച്ച് നിൽക്ക്. ചുമ്മാ അത് എന്ത് വൈബ് പറയുന്നേ. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അറസ്റ്റ് ആയതുകൊണ്ട് ഇവർക്ക് പ്ലാൻ ചെയ്യാൻ സമയം കിട്ടില്ല. DGP പറയണോ CA പറയണോ അങ്ങനെയൊക്കെ. മനസ്സിലായോ? അപ്പം ഇതാണ്. എനിക്കിതിനകത്ത് വലിയ അഭിപ്രായം ഒന്നും പറയില്ല. ഇതൊരു കഥ പോലെ ഞാനങ്ങ് പറഞ്ഞങ്ങ് വിട്ടേത്. ഇതിനകത്ത് നമ്മൾ എന്തോ അഭിപ്രായം പറയാനാ? നിങ്ങൾ തന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾ തന്നെ താഴെ ഒന്ന് അഭിപ്രായം പറ. കൂടുതലൊന്നും എനിക്ക് ഇതിനെ പറ്റി പറയാനില്ല. അപ്പോൾ ഇതാണ് ഇന്നലെ നടന്ന ഷാജൻ സ്കറിയയുടെ അറസ്റ്റ്. അപ്പൊ ശരിയെങ്കിൽ ടാറ്റ ബൈ ബൈ.